പീനട്ട് ബട്ടർ കഴിക്കുന്നവരാണോ അതോ പീനട്ട് ബട്ടർ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നവരാണോ? എന്നെങ്കിൽ ഒരു സൂത്രം പറഞ്ഞുതരാം. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടൊരു സൂത്രം പറയാം. അതൊരു സൂത്രം പറഞ്ഞുതരാം. എനിക്ക് ഈ പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഞാൻ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്നത്. എനിവേ, ഇതുകൊണ്ട് ഇവിടെ ഇപ്പം പല ബ്രാൻഡുകളിലെ ഇരിക്കുന്നത്. ഇത് ക്രോഗർ, ഇതൊക്കെ ഏതോ അമേരിക്കൻ ക്രീമി, ഇതേതാ ഗ്രേസ്, അല്ലെങ്കിൽ ഇപ്പോൾ വാൾമാർട്ടിൻ്റെ ഉണ്ട്, ഇത് നെസ്മക്കേഴ്സ്, കുറേ ബ്രാൻഡുകളിലെ പീനട്ട് ബട്ടർ. നമ്മൾ ഏത് കടയിൽ പോയാലും ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ എപ്പോഴെങ്കിലും ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടുണ്ടോ? ശരിക്കും പ്യൂർ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പീനട്ട്സ്, അതായത് കടലയും ഉപ്പും മാത്രമേ പാടുള്ളൂ. പക്ഷേ മിക്കതിൻ്റെ അകത്തും ഒരു 5-6 ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് വേണ്ടാത്തത്. ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇത് ക്രോഗറിൻ്റെ ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയേ. റോസ്റ്റഡ് പീനട്ട്സ്, ഷുഗർ, മൊലാസസ്, ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സോൾട്ട്, അതായത് എണ്ണയും സംഭവമൊക്കെ ഒഴിച്ചാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഏറ്റവും കട്ടയും ഓയിലാണ്. ഇനി ഇതേത് ബ്രാൻഡാണ്? ഇതേത് ഗ്രേസോ അങ്ങനെ പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് നോക്കി, ഇതിൻ്റെ അകത്ത് കൊണ്ട് പീനട്ട്സ്, ഇതെന്നാന്ന് പോലും വായിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഓക്സൈഡോ, ഷുഗർ, കനോള ഓയിൽ, മോണോ ആൻഡ് ഇതും എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ, സോൾട്ട്. അപ്പം എഗെയിൻ ഇതും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടാത്ത കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇനി അടുത്ത ബ്രാൻഡ്, ഇതിൻ്റെ അകത്ത് ഇത് തന്നെയാണ്. ഇതുണ്ടോ ഷുഗർ, പിന്നെ ഫുള്ളി ഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സോൾട്ട്, പീനട്ട്സ്. അപ്പോൾ ഇത് മിക്ക ബ്രാൻഡ് എടുത്താലും ഇത് തന്നെയാണ്. ഞാൻ മേടിക്കുന്ന ബ്രാൻഡ് ഇത് ഈ സംഭവം. ഈ ബ്രാൻഡ് നോക്കണ്ട, ഇതുപോലെ തന്നെ വേറെ ബ്രാൻഡുകളുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ആകെയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കി, പീനട്ട്സും സോൾട്ടും. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി ഹെൽത്ത് നോക്കുന്ന നമ്മൾ. ഇപ്പം ഞാൻ ഇച്ചിരി ഹെൽത്ത് നോക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സാധാരണ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള നാച്ചുറൽ പീനട്ട് ബട്ടർ മേടിച്ചാൽ. നാച്ചുറൽ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം. അതിൻ്റെ താഴെ അടങ്ങാൻ പറ്റുന്നത് കടലയും സോൾട്ടും മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ കാണിച്ച പോലെ തന്നെ മിക്ക ബ്രാൻഡ്, ഈ ബ്രാൻഡ് നല്ല 99% ഓഫ് ബ്രാൻഡും ഇതിൻ്റെ അകത്തും ഒരു 5-6 നമുക്ക് വേണ്ടാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയെടുക്കുക. ഓക്കെ.